ജനങ്ങളെ പുറത്തിറക്കാതെ തെരുവ് നായ്ക്കൾ നാട്ടിലെ നിരത്തുകൾ അടക്കി വാഴുന്നു. എറിയാട് പഞ്ചായത്തിലെ തെരുവുനായ് ശല്യത്തിനെതിരെ ജനകീയ പരാതി നൽകും. ജനങ്ങളെ പുറത്തിറക്കാതെ തെരുവുനായ്ക്കൾ നാട്ടിലെ നിരത്തുകൾ അടക്കി വാഴുകയാണ്. എറിയാട് പഞ്ചായത്തിലെ തെരുവുനായ ശല്യത്തിനെതിരെ ജനകീയ പരാതി നൽകും. എറിയാട് പഞ്ചായത്തിലെ മുനക്കൽ മുസരിസ് ബീച്ചിലും വിവിധ വാർഡുകളിലും തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്നു. നൂറുകണക്കിന് സഞ്ചാരികളെത്തുന്ന അഴീക്കോട് മുനക്കൽ മുസരിസ് ഡോൾഫിൻ ബീച്ചിൽ തെരുവുനായകൾ ഭീതി പരത്തുന്നു. ബീച്ചിലെ നടപ്പാതകളിലും സഞ്ചാരികൾക്ക് വിശ്രമിക്കാനുള്ള കൂടാരങ്ങളിലുമെല്ലാം നായക്കൂട്ടങ്ങൾ അലഞ്ഞു നടക്കുകയാണ്. ബീച്ചിലേക്കുള്ള പ്രവേശന കവാടത്തിൽ തന്നെ നായകൾ കൂട്ടമായി കിടക്കുകയാണ്. ഇവ പെട്ടെന്ന് കുരച്ചു ചാടുമ്പോൾ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സഞ്ചാരികൾ ഭയന്ന് ഓടിമാറുന്നത് പതിവ് കാഴ്ചയാണ്. റോഡിലൂടെയും ഇടവഴികളിലൂടെയും പേടികൂടാതെ സഞ്ചരിക്കാനാകാത്ത നിലയാണ്. വിദ്യാർത്ഥികളെ സുരക്ഷിതരായി സ്കൂളിലെത്തിക്കാനും തിരിച്ചു കൊണ്ടുവരാനും രക്ഷിതാക്കൾ വടിയും മറ്റുമായി കൂട്ടുപോകണം. അടുത്ത ദിവസങ്ങളിൽ പുത്തമ്പള്ളി പരിസരത്ത് കൊച്ചുകുഞ്ഞിനെ തെരുവുനായകൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. അഴീക്കോടും പരിസരത്തുമായി തെരുവുനായയുടെ കടിയേറ്റത് നിരവധി പേർക്ക്. നായകളെ പേടിച്ച് പലരും പ്രഭാത സവാരി നിർത്തി. നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന മുനക്കൽ ബീച്ചിൽ പോലും നായകൾ വിഹരിക്കുകയും കടികൂടുകയും പെറ്റുപെരുകുകയുമാണ്. പാർക്കിംഗ് ഏരിയയിൽ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പോലും കഴിയാത്ത വിധത്തിൽ നായശല്യമാണ്. ബീച്ചിലെ മിയാവാക്കി വനത്തിന് സമീപവും സ്റ്റേജിലും ചൂളമരക്കാടുകൾക്കിടയിലും നായക്കൂട്ടം ഭീതി പരത്തുകയാണ്. പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പരിഹാരം കാണാനും എറിയാട് പഞ്ചായത്ത് തെരുവുനായ മുക്തമാക്കാനും നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ട് അഴീക്കോട് മനുഷ്യാവകാശ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിന് ജനകീയ പരാതി നൽകും. പൊതുജനങ്ങളിൽ നിന്ന് ഒപ്പുശേഖരണം നടത്തും. സാമൂഹിക മാധ്യമങ്ങളിലൂടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും സമാഹരിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അഭിപ്രായങ്ങൾ വിദഗ്ധ സമിതി പരിശോധിച്ച് പരാതിയായും പരിഹാര നിർദ്ദേശങ്ങളായും പഞ്ചായത്തിന് സമർപ്പിക്കും. നിർദ്ദേശങ്ങൾ 9645409393 8086742170 എന്ന നമ്പറിൽ നേരിട്ടോ വാട്സാപ്പ് വഴിയോ അറിയിക്കാവുന്നതാണ്.